ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ചിറ്റഗോങ് ആർമറി റെയ്ഡിനെ കുറിച്ചാണ്. എന്താണ് ചിറ്റഗോങ് ആർമറി റെയ്ഡ്? 1934 ഏപ്രിൽ 16 ഒരു സൂര്യസേൻ എന്ന് പറഞ്ഞൊരു മാത്തമാറ്റിക്സ് ടീച്ചറും പിന്നെ ഒരു വിപ്ലവകാരിയും അങ്ങനത്തെ ഒരാളുണ്ടായിരുന്നു. ആ ആളാണെങ്കിൽ അയാളുടെ സ്കൂളിലുള്ള സ്റ്റുഡൻസിനെല്ലാം ഒന്നിപ്പിച്ചിട്ട് ബ്രിട്ടീഷുകാരെതിരെ ഒരു സായുധ വിപ്ലവം നടത്താൻ വേണ്ടി പ്ലാൻ ഇട്ടു. അങ്ങനെ അതുപോലെ തന്നെ ഒരു കുഞ്ഞൊരു ആർമിനെ അവർ ഫോം ചെയ്തു. ആ ആർമിയുടെ പേരാണ് ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി. ഇതിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാരെ ആർമിയുടെ വിപ്ലവത്തിൽ കൂടെ ബ്രിട്ടീഷുകാരെ പുറത്താക്കുക. പിന്നെ ആ ദിവസം തന്നെ രാത്രി, അതായത് ഏപ്രിൽ 16, 1930 രാത്രി ഈ വിപ്ലവകാരികൾ നേരെ ചിറ്റഗോങ് ആയുധപുര കൊള്ളയടിച്ചു. ചില തോക്കും ചില ആർമറീസും അവരെ പിടിച്ചെടുക്കി. പിന്നാണെങ്കിൽ അവരെ നേരെ ടെലിഗ്രാം ലൈൻസും എല്ലാം കട്ട് ചെയ്തു. പിന്നാണെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കൺട്രോൾ ചിറ്റഗോങ്ങില് തീർന്നു. പിന്നാണെങ്കിൽ ബ്രിട്ടീഷ് പോലീസുകാരും ബ്രിട്ടീഷ് ആർമിയും ഇത് തടുക്കാൻ വന്നെങ്കിലും അവർക്ക് പോവേണ്ടി വന്നു, അതായത് അവർക്ക് പിൻവാങ്ങേണ്ടി വന്നു. അങ്ങനെ ചിറ്റഗോങ്ങിലെ ഇന്ത്യൻ നാഷണൽ ഫ്ലാഗ് സൂര്യസേൻ ഉയർത്തി. അങ്ങനെ അത് ഇന്ത്യൻ സ്വതന്ത്ര പ്രൊവിഷണൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞ ഒരു ഗവൺമെന്റ് ആണെങ്കിൽ സൂര്യസേൻ സ്ഥാപിച്ചു. അത് കഴിഞ്ഞിട്ടെന്ന് പറയുമ്പോൾ ജലാലാബാദ് എന്ന് പറഞ്ഞ ഹിൽസ് ഉണ്ടായിരുന്നു, ഒരു ഹിൽസ് ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ബ്രിട്ടീഷുകാരാണെങ്കിൽ ഈ റെവല്യൂഷണറീസിനെ എല്ലാം അടിച്ചമർത്താൻ വേണ്ടി പ്ലാൻ ഇട്ടു. പിന്നെ നേരെ ജലാലാബാദിൽ വെച്ച് ഒരു ആക്രമണം നടത്തി റെവല്യൂഷണറീസിന്റെ നേരെ. റെവല്യൂഷണറീസ് ഉപയോഗിക്കുന്ന ഗെറില്ല വാർഫെയർ എന്ന് പറഞ്ഞൊരു തന്ത്രമാണല്ലോ, പണ്ടത്തെ പരശ്ശിരാജയൊക്കെ ഉപയോഗിച്ച തന്ത്രം. അങ്ങനെ ആ ഐഡിയ കൂടെ ആണെങ്കിൽ ആയിരക്കണക്കിന് വരുന്ന ബ്രിട്ടീഷ് ഫോഴ്സസിനെ 65 റെവല്യൂഷണറീസ് തോപ്പിച്ചു. അങ്ങനെ ബ്രിട്ടീഷുകാർക്ക് ജലാലാബാദിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നു. പക്ഷെ അത്ര അവർ ചെയ്യാൻ പറ്റിയെങ്കിലും അവർക്ക് പ്രശ്നം പറ്റി. കാരണം അവർക്ക് 12 ആൾക്കാർ മരിച്ചു. ബ്രിട്ടീഷുകാർക്ക് 85 ആൾക്കാർ മരിച്ചെങ്കിലും ഇവർക്ക് 12 ആൾക്കാർ മരിച്ചു. ആകെ ഇവർ കൊള്ളയെന്ന് പറയുമ്പോൾ 65 ആൾക്കാർ. അപ്പോൾ ബാക്കി 53 ആൾക്കാരല്ലേ ഉള്ളൂ. അപ്പൊ സൂര്യസേനന് ഒരു ഐഡിയ ഉണ്ട്. ചിറ്റഗോങ് ഫോറസ്റ്റിലോട്ടും ഹിൽസിലോട്ടും ഒക്കെ പിൻവാങ്ങിയിട്ട് ഒരു ഗെറില്ല വാർഫെയർ വീണ്ടും ബ്രിട്ടീഷുകാരെതിരെ ഒന്നും കൂടെ പ്രവർത്തിക്കാനാണ് വിചാരിച്ചു. അങ്ങനെ ഈ യുദ്ധം ഏപ്രിൽ 22 കഴിഞ്ഞിട്ട്, ഈ ഇൻസിഡന്റ് കഴിഞ്ഞിട്ട് നേരെ സൂര്യസേൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അതിൻ്റെ ഒപ്പം സൂര്യസേനയുടെ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി ചില റെജിമെന്റ് 4-5 റെജിമെന്റ് ആയിട്ട് വിഭജിച്ചു. അങ്ങനെ ഓരോരോ റെജിമെന്റ് ആണെങ്കിൽ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങനെ ബ്രിട്ടീഷുകാരെ ഞെട്ടിച്ച് 1932 ഒരു വലിയൊരു ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയുടെ വലിയൊരു ആക്രമണം യൂറോപ്യൻ ക്ലബിലോട്ട് നടത്തി. ബ്രിട്ടീഷുകാർ ഇത് നല്ലോണം ഞെട്ടിച്ചു. യൂറോപ്യൻ ക്ലബ് ഫുള്ളും തീയിലായി. അങ്ങനെ യൂറോപ്യൻ ക്ലബ് ആക്രമണം ബ്രിട്ടീഷുകാരെ ഞെട്ടിച്ചു. പിന്നാണെങ്കിൽ കുഞ്ഞു ആക്രമണങ്ങളും കുഞ്ഞു സംഭവങ്ങളും 1933 വരെ കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ 1933 ആയപ്പോൾ സൂര്യസേൻ ആണെങ്കിൽ ചിറ്റഗോങ്ങിലെ നാട്ടുകാരെല്ലാം വിളിച്ചു. ചിറ്റഗോങ്ങിലെ ഇന്ത്യയിലെ എല്ലാ ആൾക്കാരെയും വിളിച്ചു ബ്രിട്ടീഷുകാരെതിരെ ഒരു സായുധ വിപ്ലവം തുടങ്ങാൻ വേണ്ടി. അതുകൊണ്ടാണ് സൂര്യസേനും വിപ്ലവകാരികൾക്കും എല്ലാം നാട്ടുകാരെ സഹായം ചോദിച്ചു. പക്ഷെ നാട്ടുകാരാണെങ്കിൽ ബ്രിട്ടീഷുകാർ ഒത്തിരി അടിച്ചിടിച്ചൊക്കെ ചോദിക്കും സൂര്യസേന എവിടെ തന്നെ. പക്ഷെ നാട്ടുകാർ അത് ഒറ്റിക്കൊടുത്തില്ല. അങ്ങനെ എങ്ങനെ സൂര്യസേനെ ബ്രിട്ടീഷുകാരെ പിടിച്ചെന്ന് വെച്ചാൽ 1933 ഒരു വിപ്ലവകാരി ഉണ്ടായിരുന്നു. ആ വിപ്ലവകാരിയുടെ വീട്ടിലോട്ട് സൂര്യസേനെ ക്ഷണിച്ചു. അങ്ങനെ പക്ഷെ ഈ വിപ്ലവകാരിയാണെങ്കിൽ ബ്രിട്ടീഷുകാരെ സ്പൈ ആയിരുന്നു. അങ്ങനെ ഇയാളാണെങ്കിൽ സൂര്യസേനെ ഒറ്റിക്കൊടുത്തു. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് ആ സമയത്താണെങ്കിൽ സൂര്യസേനെ പിടിച്ചുകൊണ്ടുപോയി. പിന്നെ ആണെങ്കിൽ ബാക്കിയുള്ള ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയിലെ അംഗങ്ങളെല്ലാം ബ്രിട്ടീഷുകാരെ പിടിച്ചുകൊണ്ടുപോയി. അങ്ങനെയാണെങ്കിൽ സൂര്യസേനെ ബ്രിട്ടീഷ് കോടതി ആണെങ്കിൽ വധശിക്ഷ വിധിച്ചു. അങ്ങനെ ഈ സംഭവമാണെങ്കിൽ ഫേമസ് ആയി. പക്ഷേ
ഫേമസ് ആയി. അത് കഴിഞ്ഞിട്ട് പക്ഷേ IRA എല്ലാം അടിച്ചമർത്താറായി. അതായത് അതിൽ ഏകദേശം 3/4 പാർട്ടിസിപ്പൻസും എല്ലാം ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തു. ഏറ്റവും ലാസ്റ്റ് എന്ന് പറയുമ്പോൾ 1934 ജനുവരി 12 സൂര്യസെന്നിനെ തൂക്കിലേറ്റി. പക്ഷെ ബ്രിട്ടീഷുകാരാണെങ്കിൽ സൂര്യസെന്നിലെ സാധാരണ ആൾക്കാരുടെ തൂക്കിലെത്തുന്ന പോലെ അല്ലായിരുന്നു തൂക്കിലെത്തിയത്. മരിക്കുന്ന മുമ്പ് ഒത്തിരി ടോർച്ചറൊക്കെ ചെയ്തിട്ടാണ് ഏറ്റവും ലാസ്റ്റ് സൂര്യസെന്നിനെ കൊന്നത്. ഈ സൂര്യസെന്നിന്റെ ഹാങ്ങിങ് കാരണം IRA ബാക്കി അവശേഷിക്കുന്ന അംഗങ്ങളെല്ലാം കലാപം ചെയ്തു. പക്ഷെ അതെല്ലാം അടിച്ചമർത്തി. ഇതാണ് ചിറ്റഗോങ് ആർമർ റെയ്ഡ്. ഇതാണെങ്കിൽ നമുക്ക് പൂർണ്ണ ഒരു പരാജയം ആണ് പറയാൻ. ബ്രിട്ടീഷ് ആണെങ്കിൽ ഷോർട്ട് ടൈമിലാണ് വിജയിച്ചു. പക്ഷെ പോപ്പുലാരിറ്റി ആണെങ്കിൽ സൂര്യസെന്നി ഇവർക്കൊക്കെ ഉണ്ടായി, ചിറ്റഗോങ്ങില് മാത്രം. അങ്ങനെ ഈ കലാപം തീർന്നു. ഇതാണ് നമ്മൾ പഠിച്ച ചിറ്റഗോങ് ആർമർ റെയ്ഡ്. ഇതെന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയിലും ബംഗ്ലാദേശി ഹിസ്റ്ററിയിലും വലുതായിട്ട് ചർച്ച ചെയ്യാത്ത കാര്യമാണ്. പക്ഷേ നമ്മൾ ഇതിനെക്കുറിച്ച് അറിയേണ്ട ഒരു കാര്യം കൂടെയാണ്. അങ്ങനെ നമ്മുടെ ചിറ്റഗോങ്ങിലെ കലാപം നടത്തിയ ഈ വിപ്ലവകാരിയായിട്ടുള്ള സൂര്യസെൻ എന്ന് പറഞ്ഞ ഒരു ധൈര്യമായിട്ടുള്ള വിപ്ലവകാരി അങ്ങനെ ജനുവരി 12, 1934 തൂക്കിലേറ്റി ബ്രിട്ടീഷുകാർ കൊന്നു. ഇതാണ് നമ്മുടെ ചിറ്റഗോങ് ആർമർ റെയ്ഡിന്റെ കഥ.